കോൺഗ്രസ് പാർട്ടിയിൽ സജീവ പങ്കാളിത്തം വഹിക്കുമ്പോഴും മഹല്ലിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ശ്രദ്ധ പുലർത്തിയ നേതാവായിരുന്നു വി സയ്യിദ് മുഹമ്മദ് തങ്ങളെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അനുസ്മരിച്ചു. രാഷ്ട്രീയത്തെ മതവുമായി ബന്ധിപ്പിക്കാൻ തങ്ങൾ ശ്രമിച്ചില്ല. മതകാര്യങ്ങൾക്ക് തന്നെയായിരുന്നു എപ്പോഴും പ്രഥമ പരിഗണന. കൃത്യമായ ഇടവേളകളിൽ തങ്ങൾ വന്നു കാണുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും. പള്ളിയോടനുബന്ധിച്ച കാര്യങ്ങൾ തന്നെയാവും പലപ്പോഴും സംസാര വിഷയം. രാഷ്ട്രീയ രംഗത്തുള്ളവർ അതിലെ നേട്ടങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന പതിവുണ്ടെങ്കിലും തങ്ങൾ അത്തരമൊരു ഭൗതിക കാര്യവും പറയില്ല. മർക്കസിന്റെയും സുന്നി സംഘടനകളുടെയും പ്രവർത്തനങ്ങൾക്ക് തങ്ങൾ വലിയ പിന്തുണ നൽകി. ജാമിയ മർക്കസിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ അവരുടെ അധ്യയന അവസാനത്തിൽ പൊന്നാനി പള്ളിയിൽ വിളക്കത്തിരുന്ന് ദർസ് ഓതുന്ന പതിവുണ്ട്. ആ ചടങ്ങിനെത്തുന്ന വിദ്യാർത്ഥികൾക്കും ഉസ്താദുമാർക്കും ഭക്ഷണം ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ അദ്ദേഹം പ്രത്യേക താല്പര്യം കാണിച്ചു. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ താങ്ങും തണലുമായിരുന്നു തങ്ങളെന്നും കാന്തപുരം അനുസ്മരിച്ചു. സയ്യിദ് മുഹമ്മദ് തങ്ങളുടെ വീട്ടിലെത്തിയ കാന്തപുരത്തോടൊപ്പം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്, മർക്കസ് സക്കാഫത്ത് സുന്നിയ മാനേജറും മുൻ കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ സി മുഹമ്മദ് ഫൈസി, SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് സക്കാഫി പറവൂർ, KT ജലീൽ MLA, TH ഷക്കീർ, മുൻ ഹജ്ജ് കമ്മിറ്റി മെമ്പർ KM മുഹമ്മദ് കാസിം കോയ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ പൊന്നാനി മേഖലാ സെക്രട്ടറി സയ്യിദ് സീദിക്കോയ തങ്ങൾ, സയ്യിദ് അമീൻ, സയ്യിദ് ജാഫർ അലി തങ്ങൾ, വലിയ ജുമഅത്ത് പള്ളി ഇമാം അബ്ദുല്ല ബാക്കവി ഇയാട്, KV നൌഷാദ് പുന്നത്തല, സുബൈർ ബാക്കവി എന്നിവരുമുണ്ടായിരുന്നു. പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സേവനം തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് തങ്ങൾ അള്ളാഹു വന്നപ്പോ അങ്ങോട്ട് പോയി അള്ളാഹു വിളിച്ചു. എല്ലാം ഏറ്റവും വലിയ നഷ്ടം നമുക്ക് ഇത് തന്നെയാണ്. 4 നൂറ്റാണ്ടിലധികം കൊല്ലം ഈ മഹല്ലത്തിലെ ജമാഅത്ത് പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിയായും ഈ നാട്ടിലെ എല്ലാ നല്ല കാര്യങ്ങളിലും ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ച അദ്ദേഹം പോയതിൽ നഷ്ടം നമുക്ക് തന്നെയാണ്. നമുക്കനി ഒന്നും ചെയ്യാനില്ല, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കലില്ലാതെ. അള്ളാഹു താല അദ്ദേഹത്തിന് അവരുടെ സഹോദരന്മാർക്കും ഭാര്യക്കും മക്കൾക്കും എല്ലാം അള്ളാഹു താല നല്ല ഐശ്വര്യവും ബർക്കത്തും ചെയ്തു വെക്കണം. അള്ളാഹു താല അവരെയും അവർ സഹോദരന്മാരെയും സഹോദരികളെയും എല്ലാം അള്ളാഹു ജന്നത്തിൽ ഒരുമിച്ച് വിട്ടിട്ട് നമ്മളിൽ സ്വർഗത്തിൽ അർപ്പിച്ചു കൊണ്ടിരിക്കണം. ഈ പൊന്നാനി ജുമഅത്ത് പള്ളിയിൽ മറവ് ചെയ്യപ്പെട്ട 100 കണക്കിനോ 1000 മുഅ്മിനീങ്ങളുണ്ട്. മഖ്ദൂമികളടക്കം സാദാത്തുകളടക്കം ആലിമീങ്ങൾ ധാരാളം ഉള്ള ഈ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളെയും അനേകം മഹാന്മാരും ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ വന്നു. ഇനി ഒരുപാട് മഹാന്മാർ ഇവിടെ വരാൻ പോവുക. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അടക്കം ഈ മഹാന്മാരും ഉലമാക്കളും സാദാത്തുക്കളും എന്തുകൊണ്ട് ഇവിടെ വന്നു? നമ്മുടെ മുൻ മന്ത്രി TH മുസ്തഫ സാഹിബിന്റെ മകൻ അടക്കം എത്രയോ ദൂരത്തു നിന്ന് ഇവിടെ വന്നു. വരാനുള്ള കാരണം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് തങ്ങൾ അദ്ദേഹം ആ രാഷ്ട്രീയത്തിന്റെ എല്ലാ ആശയവും ഉൾക്കൊള്ളുന്നതോടൊപ്പം സുന്നത്ത് ജമാഅത്തിന് അദ്ദേഹം 1ാം സ്ഥാനം കൽപ്പിച്ചിരുന്നു. ആലിമീങ്ങളോടുള്ള സാദാത്തുക്കളോടുള്ള മുതാലിമീങ്ങളോടുള്ള ദീനി സ്ഥാപനങ്ങളോടുള്ള പള്ളിയോടുള്ള ആ വലിയ ബഹുമാനം ആർക്കും മനസ്സിലാകുന്നതായിരുന്നു. ആ കാരണം കൊണ്ട് തന്നെ അല്ലാഹു തആല സയ്യിദ് മുഹമ്മദ് തങ്ങളുടെ ഖബർ സ്വർഗമാക്കിക്കൊണ്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് സാദാത്തുക്കളുണ്ട്. അതുപോലെ ഈ നാട്ടിൽ ശൈഖുന ഉസ്താദ്